മാസാവസാനമാകുമ്പം ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള പേടി, നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എടുത്തു നോക്കാനുള്ളൊരു പേടി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാനോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ പേടിയാണ് എങ്കിൽ ഇതിനെയൊക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, ദാറ്റ് ഈസ് ഫോഫോ. ഫോഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഒരു മഹാൻ ഉണ്ടായിരുന്നു, അതാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. സോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ പേടി വരുന്നത് കാര്യം, വരാനിരിക്കുന്ന സംഭവം ദ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ന് വിചാരിച്ചിട്ട് റിയാലിറ്റിയെ അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് എന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു ഫോണിൽ മിസ് കോൾ വന്നു ഒരു അൺനോൺ നമ്പറിൽ നിന്ന്, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു വിളിക്കുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ആ കോൾ എടുക്കുന്നില്ല. കാരണം അപ്പുറത്തിരിക്കുന്ന സംസാരിക്കുന്ന ആൾ എന്ത് വള്ളിയാണോ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ റിയാലിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സിറ്റുവേഷനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് എന്ന് വിളിക്കുന്നത്. ഫോഫോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾസ്, ഇതെല്ലാം ഇതിനെ ഇമ്പാക്ട് ചെയ്യും. സോ നമ്മുടെ ലൈഫിൽ നിന്ന് ഫോഫോ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു? നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ഇൻഫർമേഷൻ ഇന്ന് അറിയുന്നതാണോ അതോ ഒരു 6 മാസം കഴിഞ്ഞ് അത് അറിയുന്നതാണോ നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അത് ഇന്ന് അറിയുന്നതാണോ ഒരു 6 മാസം കഴിഞ്ഞ് അത് വേഴ്സണായിട്ട് നിങ്ങൾ അറിയുന്നതാണോ ഏറ്റവും നല്ലത്? നേരത്തെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിന് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാം, അല്ലേ? ലൈഫിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം ഇന്ന് അറിയുമ്പം നമ്മൾ അതിനനുസരിച്ച് തളർന്നു പോവുകയല്ല ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള കേപ്പബിലിറ്റീസും സ്കിൽ സെറ്റും നമ്മൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. സോ ഇത്തരത്തിൽ ഓരോ ഇൻഫർമേഷനും നമ്മൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കുമ്പം നിങ്ങളുടെ ഗോൾസിലേക്കും നിങ്ങളുടെ ടാർഗറ്റിലേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. അപ്പം ഏറ്റവും ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് ആണോ റിയാലിറ്റിക്കാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇതുവഴി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. സോ ഐ വിഷ് ഹാപ്പി ലൈഫ്.